ലാലേട്ടൻ്റെ എപ്പിസോഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെല്ലാവരും കണ്ടതാണ് ഗബ്രി ഈ ഒരു സീസണിൽ നിന്ന് ഔട്ടായിട്ടുണ്ട്. ഇത് വളരെ ഫേക്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ അറിഞ്ഞാത്തവർക്ക് വേണ്ടി എടുത്ത് പറയുകയാണ്, ഈ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഗബ്രി ഔട്ടായിട്ടുണ്ട്. എവിക്ഷൻ പ്രക്രിയയിലെ ഏറ്റവും ലാസ്റ്റ് 4 പേരാണ് വന്നത്. അതിൽ ഋഷി, അൻസിബ, ജാസ്മിൻ, ഗബ്രി. ഇതിൽ ഋഷിയും അൻസിബയും സേഫ് ആയിട്ടുണ്ട്. ഗബ്രിയും ജാസ്മിനാണ് ഏറ്റവും ഫൈനലിൽ വന്നത്. ആ ഫൈനലിൽ നിന്ന് ഗബ്രി ഔട്ടാക്കിയിട്ടുണ്ട്. ഇവർ രണ്ടൊരു ഫൈനലിൽ വന്ന ആ മൊമെന്റ് മുതൽ എപ്പിസോഡ് തീരണവരെയും ഭയങ്കര വെളുപ്പീരായിരുന്നു. ഇവർ തമ്മിൽ എന്തൊക്കെയോ ഡീപ്പ് കണക്ഷൻസ് ഉണ്ടെന്നുള്ള രീതിയിൽ ബിഗ് ബോസ് തന്നെ എന്തൊക്കെയോ ജനങ്ങളിലോട്ടൊരു ഒരു എന്താ പറയുക, ഒരു പെയിന്റ് അടിപ്പിക്കൽ പരിപാടിയാണ് നടത്തിക്കൊണ്ടിരുന്നത്. അതായത് ഇവരുടെ ഫ്രണ്ട്ഷിപ്പിനെ ഒരു ലവ് BGM ഒക്കെ ഇട്ട്, ലവ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ, ഒരു ലവിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഇട്ട് അങ്ങ് എന്തോ ഇവർ തമ്മിൽ എന്തോ പെർഫെക്റ്റ് ആണെന്ന് കാണിക്കാനായിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററി ഒക്കെ തയ്യാറാക്കി നമ്മളെ വെറും പറ്റിക്കുകയാണ് ചെയ്യുന്നത്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇവർക്ക് ജാസ്മിനെ ഔട്ടാക്കാൻ പറ്റൂല. ഗബ്രി ഇതിൽ നിന്ന് പോയേ പറ്റുള്ളൂ. ഗബ്രി ഇതിൽ നിന്ന് ഔട്ടാക്കിയേ പറ്റുള്ളൂ. അപ്പം ഗബ്രി പോകുമ്പോഴത്തേക്കും ഗബ്രിയുടെ വോട്ടും കൂടെ ജാസ്മിന് കിട്ടാനും, ജാസ്മിൻ പാവമാണെന്നും ഇവരത് പ്യുവർ ഫ്രണ്ട്ഷിപ്പ് ആണെന്നും ഇവരുടെ ഇടയിൽ ഭയങ്കര ഡീപ്നെസ് ഉണ്ടെന്നൊക്കെ കാണിക്കാൻ വേണ്ടി ബിഗ് ബോസ് ഇത് വെള്ളം അടിച്ച് കാണിച്ചതാണ്. ഇതൊന്നും കണ്ട് മയങ്ങി വീണ് ജനങ്ങൾ വോട്ട് ചെയ്യാൻ നിൽക്കരുത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജെന്യുവനായിട്ട് കളിക്കുന്ന വ്യക്തികൾ ആരാണോ അവർക്ക് വേണ്ടി മാത്രം വോട്ട് ചെയ്യാനായിട്ട് ജനങ്ങൾ നിൽക്കും എന്ന് 100% ഉറപ്പുണ്ട്. പിന്നെ എനിക്ക് ഒരു 90% ഒരു കാര്യത്തിൽ ഉറപ്പ് വന്നിട്ടുണ്ട്. ബാക്കി 10% ഞാൻ വിശ്വസിക്കുന്നില്ല. 90% ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വോട്ടിങ്ങിൽ ഇവരെന്തൊക്കെയോ സത്യസന്ധത കാണിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും ഗബ്രി ഔട്ടാവാൻ ചാൻസ് ഇല്ല. ഗബ്രി ജാസ്മിൻ കോംബോ ആണ് ഇവിടെ വർക്കൗട്ട് ആയിക്കൊണ്ടേയിരുന്നത്, കൂടുതൽ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് വോട്ടിങ്ങിൻ്റെ കാര്യത്തിൽ എന്തൊക്കെയോ ചെറിയ ചെറിയ സത്യസന്ധത കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബാക്കി 10% ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഇനി അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ഫ്രണ്ട് ആയാലും നമ്മൾ ഒരു ലവറായിട്ട് കണ്ടാലും, അല്ലെങ്കിൽ ഒരാളെ നമ്മൾ ഡീപ്പായിട്ട് സ്നേഹിക്കുന്ന ഒരാളായാലും നമ്മൾ അയാളെ വിട്ട് പിരിഞ്ഞ് പോകുമ്പോഴത്തേക്കും നമുക്ക് സങ്കടം വരും. എത്ര ദുഷ്ട സ്ത്രീ ആയാലും, എത്ര പറ്റിക്കണ ഒരു സ്ത്രീ ആയാലും, ഒരാളെ വിട്ട് പിരിയുമ്പോഴത്തേക്കും നമുക്കൊരു സങ്കടവും ഇതൊക്കെ വരും. അത് എനിക്ക് കുറച്ച് ഫീൽ ചെയ്തു. ഈ ഒരു ലാസ്റ്റ് ഗബ്രി ഔട്ടാവുന്ന സമയത്ത് ജാസ്മിൻ്റെ കണ്ണിൽ നിന്ന് വന്ന കണ്ണീരൊക്കെ കണ്ടിട്ട് എനിക്ക് ചെറുതായിട്ടൊക്കെ ഒരു ഫീൽ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ബന്ധം ഭയങ്കരമായിട്ട് പ്യുവറാണ്, ജെന്യുവനാണ്, ഡീപ്പാണെന്നൊന്നും ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഇത് നമ്മളിപ്പം ആര് തമ്മിലായാലും ഒരു വീഡിയോ, അവരെ രണ്ട് പേഴ്സ് തമ്മിലുള്ളൊരു വീഡിയോ എടുത്തിട്ട് അതിന് എഡിറ്റ് ചെയ്ത് ഒരു ലവ് BGMോ സാഡ് BGM ഒക്കെ കൊടുത്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ ആർക്കായാലും അലിവ് തോന്നും. അത് മാത്രമേ എനിക്കും അവിടെ തോന്നിയിട്ടുള്ളൂ ഈ ഒരു എപ്പിസോഡ് കണ്ടിട്ട്. ഇത് കംപ്ലീറ്റ് ബിഗ് ബോസിൻ്റെ വെള്ളയടിപ്പാണ്. കാരണം ഇവർ വോട്ടിങ്ങിൽ ജെന്യുവിനിറ്റി കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതുപോലെ ജനങ്ങൾ ജാസ്മിന് വേണ്ടി നമ്മൾ ഭയങ്കര സിമ്പതി കാണിച്ച് നമ്മൾ വോട്ട് ചെയ്യാനും കൂടെ വേണ്ടിയാണ്. ഗബ്രി ഔട്ടാകുമ്പോൾ ജാസ്മിൻ തളർന്നു പോകുന്നതൊക്കെ കണ്ട് ജാസ്മിനെ വോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ലാസ്റ്റത്തെ എവിക്ഷൻ പ്രക്രിയ കാണിച്ചത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് വളരെ ഫേക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ നിന്നും ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഇതിൽ നിന്ന് നന്നായിട്ട് കളിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി ജനങ്ങൾ വോട്ട് ചെയ്യുക. ഇത് കംപ്ലീറ്റ് ബിഗ് ബോസിൻ്റെ ഉടായിപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ജാസ്മിൻ്റെ ഉള്ളിലുള്ള വികാരങ്ങളെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഒരാൾ ആ ബിഗ് ബോസ് ഹൗസിൽ ഇന്ന് 50 ദിവസം കഴിഞ്ഞു. അച്ഛനും അമ്മയും സഹോദരങ്ങളെയും മറ്റാൾക്കാരെയും കാണാതെ ജീവിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ കുറച്ച് ക്ലോസ് ആയി നിൽക്കുന്ന ആളാണ് ഗബ്രി. അപ്പം അത് ഫ്രണ്ട്ഷിപ്പ് ആണെന്നും ലവ് ആണെന്നും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വാദിക്കുക, എന്തൊക്കെ ചെയ്താലും അവർ ഒരു കണക്ഷൻ, അവർ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ ആ കണക്ഷൻ വിട്ട് പിരിയുമ്പോഴത്തേക്കുള്ള ആ ഇമോഷൻസ് അത് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാവരും റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനെ മൊത്തത്തിൽ വെള്ളയടിപ്പിക്കാനാണ് ഇന്നത്തെ ബിഗ് ബോസിൻ്റെ ലാസ്റ്റ് എവിക്ഷൻ ആ ടൈം കംപ്ലീറ്റ് കാണിച്ചത്. അത് കൂടുതലും ജാസ്മിന് വോട്ട്, അതായത് ജാസ്മിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് സിമ്പതി കൊടുത്ത് കുറച്ച് വോട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ഞാൻ കൂടുതലായിട്ടും വിശ്വസിക്കുന്നുണ്ട്. ഇത്രയാണ് എനിക്കതിൽ നിന്ന് മനസ്സിലായ കാര്യം. അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇതുവരെയും ഔട്ടായി പോയ ആൾക്കാരെ എടുത്ത് നോക്കുമ്പോഴത്തേക്കും അവർക്കാർക്കും അവരുടെ നല്ല നല്ല മൊമെൻറ്റ്സുകൾ കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ സാഡായിട്ടുള്ള സാഡ്, അതായത് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള BGM ഒന്നും ഇട്ട് ഇങ്ങനെ അവരുടെ ഡോക്യുമെൻ്ററി ഇറക്കുന്നതായിട്ടൊന്നും കാണിച്ചിട്ടില്ല. അതുമാത്രമല്ല, നിങ്ങൾ ഇത്രയും ശ്രദ്ധിച്ചാൽ മതി, ഒരാൾ അവിടെ നിന്ന് ഔട്ടായി പോയപ്പോഴത്തേക്കും ഒരു 4-5 പേര് ഔട്ടായി പോയിട്ടുണ്ട്. ഈ ഔട്ടായി പോയ ആൾക്കാരുടെ ഓരോ നല്ല മൊമെൻറ്റ്സാണ് ഈ ലാസ്റ്റ് നിമിഷം കാണിച്ചത്. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, വെറും നാടകം. അതായത് ഗബ്രി ഔട്ടാകുമ്പോൾ ഗബ്രി അവിടെ കാണിച്ച എല്ലാ കാര്യങ്ങളും കാണിക്കണം. ഗബ്രിയുടെ സ്നേഹം, ദേഷ്യം, പിണങ്ങിയിരിക്കുന്നത്, അടിയുണ്ടാക്കുന്നത്, ഷൗട്ട് ചെയ്യുന്നത്, ഇതെല്ലാം കാണിക്കണം. ഇതൊന്നും കാണിക്കാതെ ജാസ്മിനോടുള്ള സൗഹൃദങ്ങളുടെ ഉള്ള മൊമെൻറ്റുകൾ മാത്രം, ജാസ്മിനായിട്ട് ഒളിച്ചു കളിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഉമ്മൊടുക്കുന്ന മൊമെൻറ്റ്സുകൾ മാത്രം കാണിച്ച് അങ്ങ് പൊലിപ്പിക്കുകയാണ്. ഇത് വളരെ ഫേക്കാണ്. ഇതിലൂടെ അവരുദ്ദേശിക്കുന്ന വേറൊന്നുമല്ല, ജാസ്മിന് വോട്ട് കിട്ടണം, വോട്ട്
കൂടുതൽ കിട്ടിയാലേ അവർക്ക് ജാസ്മിനെ ജയിപ്പിക്കാൻ പറ്റുള്ളൂ. ഇതാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം. ഇത് ഭയങ്കര ഫേക്കായിട്ടും ഇത് ഭയങ്കര വെള്ളയടിപ്പായിട്ടും എനിക്ക് തോന്നി. ഇനി ഒരു എപ്പിസോഡ് വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഔട്ടായ ആൾക്കാരിൽ നിന്ന് ഒരാൾ തിരിച്ച് ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നതായിട്ട് കാണിക്കും. അത് ഗബ്രിയാണെന്ന് കാണിക്കും. ഉടനെ ജാസ്മിൻ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുന്നു, ആടി തിമിർക്കുന്നു, ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നു. അതൊരു റൊമാൻറ്റിക് ഇതാവുന്നു, കരയുന്നു, കെട്ടിപ്പിടിക്കുന്നു. ഈ ഒരു നാടകവും കൂടെ ഇനി ഫ്യൂച്ചറിൽ നടക്കും. ഈ ബാക്കിയുള്ള 50 ദിവസങ്ങളിൽ നടക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു, എന്ന് ഞാൻ കൂടുതൽ ചിന്തിക്കുന്നുണ്ട്. ഇത് എത്രത്തോളം ശരിയാവണം എന്നെനിക്കറിയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഫുൾ ഡ്രാമയും ഫേക്കും തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡ് കണ്ടതിന് ശേഷം എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തതെന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ.